എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള +2 ചാപ്റ്ററാണ്. അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. ദ റിയൽ നമ്പർ എക്സ് വെൻ ആഡഡ് ടു ഇറ്റ്സ് ഇൻവേഴ്സ് ഗിവ്സ് ദ മിനിമം വാല്യൂ ഓഫ് ദ സം അറ്റ് എക്സ് ഈക്വൽ ടു. അതായത് ഒരു നമ്പർ എക്സ് എന്ന് വിചാരിക്കുക, അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/x ആണ്. അവരുടെ സമ്മ് അല്ലേ, അതിൻ്റെ മിനിമം വാല്യൂ എത്രയാണ് പറയുന്നത്? അതായത് f(x) എന്ന് പറയുന്നത് x+1/x ആണ്. അപ്പോൾ നമുക്ക് മിനിമം വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാം അല്ലേ. f'(x) എന്ത് വരും? f'(x) എന്ന് പറയുന്നത് എക്സിൻ്റെ 1/xന്റെ -1/x² അല്ലേ. f'(x) ഈക്വൽ ടു 0 എന്നുള്ളത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂസ് കിട്ടും അല്ലേ. ഈക്വൽ ടു 0 വരുമ്പോൾ 1/x² ഈക്വൽ ടു 1, x² ഈക്വൽ ടു 1. അപ്പൊ എന്താണ്? x ഈക്വൽ ടു +or-1. ഇനി ഏത് പോയിന്റിലാണ് മിനിമം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ മിനിമം അറിയാൻ വേണ്ടി f'(x) ചെയ്യുക. f'(x) എങ്ങനെയാണ്? 1ന്റെ ഡെറിവേറ്റീവ് 0 ആവും. പിന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? d/dx ഓഫ് -x⁻² അല്ലേ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം? -1 ഇൻറ്റു -2 ഇൻറ്റു x⁻² -1 അല്ലേ. അപ്പൊ എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് പ്ലസ് വന്നില്ലേ. അപ്പൊ 2/x³ അല്ലേ വരിക. f'(x) 2/x³. ഇനി എക്സിന് വാല്യൂസ് ഏതൊക്കെ കിട്ടിയത്? 1ഉം -1ഉം. അറ്റ് x ഈക്വൽ ടു 1 ആവുമ്പോൾ നമുക്ക് എന്ത് വരും? 2/1, അതായത് 2 > 0 അല്ലേ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ലോക്കൽ മിനിമം അല്ലേ. > 0 ആവുമ്പോൾ ലോക്കൽ മിനിമം കിട്ടും. അപ്പൊ അതല്ലേ ചോദിച്ചിരിക്കണേ. The minimum value of the sum at x ഈക്വൽ ടു, എക്സിന് ഏത് വാല്യൂ ആവുമ്പോഴാണ് മിനിമം കിട്ടുന്നത്? x ഈക്വൽ ടു 1. അപ്പൊ ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question: A point on the parabola y² equal to 18x at which the ordinate increases at twice the rate of abscissa is. ഇതെന്താ പറഞ്ഞിരിക്കണേ? ഇക്വേഷൻ ഓഫ് ദ പരാബോള തന്നിട്ട് y² ഈക്വൽ ടു 18x ആണെന്ന്. പിന്നെ എന്താ പറഞ്ഞിരിക്കണേ? ഓർഡിനേറ്റ് ഇൻക്രീസസ്. ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ y ആണ് അല്ലേ. ആബ്സിസ എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കണേ? ഓർഡിനേറ്റ് ഇൻക്രീസസ് അറ്റ് ട്വൈസ് ദ റേറ്റ് ഓഫ് ആബ്സിസ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? dy/dt എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ഇൻറ്റു dx/dt ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? y² ഈക്വൽ ടു 18xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? 2y ഇൻറ്റു അല്ലേ, 2y ഇൻറ്റു dy/dx അല്ലേ. വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ 2y ഇൻറ്റു dy/dx ഈക്വൽ ടു 18x ആവുമ്പോൾ എന്ത് വരും? 18 ഇൻറ്റു dx/dt വിത്ത് റെസ്പെക്ട് ടു t ആണ് ഞാൻ ചെയ്യുന്നത്. dy/dt ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 2y ഇൻറ്റു dy/dt ഈക്വൽ ടു 18 ഇൻറ്റു dx/dt അല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ dy/dt പകരം നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ നോക്കൂ. ഇത് തന്നുണ്ട്, ഇത് തന്നിട്ടില്ലേ. ഇത് dy/dt ഈക്വൽ ടു 2 ഇൻറ്റു dx/dt, അതായത് വിച്ച് ദ ഓർഡിനേറ്റ് ഇൻക്രീസസ് അറ്റ് ട്വൈസ് ദ റേറ്റ് ഓഫ് ആബ്സിസ എന്ന് പറഞ്ഞാൽ dy/dt. ഇതിനെ നമുക്ക് ഈ dy/dtനെ ഇതുകൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താണ്? 2y ഇൻറ്റു 2 ഇൻറ്റു dx/dt അല്ലേ. ഇതിന് പകരം ഞാൻ dy/dtക്ക് പകരം 2 ഇൻറ്റു dx/dt എന്ന് എഴുതി.
ഈക്വൽ ടു 18 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഈ ഡി എക്സ് ബൈ ഡി ടി ക്യാൻസൽ ചെയ്ത് പോവോ? അപ്പൊ നമുക്ക് എന്ത് വരും? y ഈക്വൽ ടു 18/4 എന്ന് വരുമോ? y ഈക്വൽ ടു 18/4. അതെന്ന് പറയുന്നത് എത്രയാണ്? 9/2. അപ്പൊ y 9/2 ആണ് വെച്ചെങ്കിൽ എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? y സ്ക്വയർ ഈക്വൽ ടു 18x തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ 9/2 ഹോൾ സ്ക്വയർ 9/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 18x. അപ്പൊ അത് എങ്ങനെയാണ്? 9/2 ഇൻറ്റു 9/2 അല്ലെ? 9/2 ഇൻറ്റു 9/2 ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 18 അല്ലെ? അപ്പൊ ഇവിടെ എന്താ വരും? 2 വരും, 9 പോവും. അപ്പൊ ഇനി എന്താണ് ഉള്ളത്? 9/8 കിട്ടിയില്ലേ? കാരണം എന്താണ്? ഇവിടെ 2 ഉണ്ട്, 2 ഇൻറ്റു 2 ഉണ്ട്. അപ്പൊ 4 ഇൻറ്റു 2 8 ആയി. അപ്പൊ 9/8. എക്സ് എന്ന് പറയണത് 9/8 എന്ന് കിട്ടി. y എന്ന് പറയണത് എന്ത് കിട്ടി? 9/2 എന്ന് കിട്ടി. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. 9/8, 9/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A function y equal to f of x has a second order derivative f double dash equal to 6 into x minus 1 if its graph passes through the point 2, 1 and at the point the tangent to the graph is y equal to 3x minus 5, then the function is. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? f2 തന്നുണ്ട് അല്ലെ? ഏതാന്ന് തന്നിട്ടുണ്ട്? 6 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് തന്നിട്ടുണ്ട്. പോയിന്റ് പാസിംഗ് ത്രൂ ദ പോയിന്റ് ഏതാണ്? 2, 1 ആണ് അല്ലെ? അപ്പൊ അതിന്റെ ടാൻജന്റ് ഗ്രാഫ് എന്ന് പറയുന്നത് y ഈക്വൽ ടു 3x മൈനസ് 5 എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇത്രയും നമുക്ക് തന്നതാണ്. അപ്പൊ f2 തന്നിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്ക് f' കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ? രണ്ട് സൈഡിലും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? f2 ഇന്റഗ്രേറ്റ് ചെയ്താൽ f' വരും. f' ഈക്വൽ ടു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 6 ഇൻറ്റു എക്സിന് എക്സ് സ്ക്വയർ ബൈ 2 വരില്ലേ? മൈനസ് എക്സ് എന്ന് വരില്ലേ? പ്ലസ് സിയും ഉണ്ട്. ഇനി ഈ സി എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന വെച്ചെങ്കിൽ അത് പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 2, 1 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് ഇത് ചെയ്ത് എഴുതാം. 3x സ്ക്വയർ മൈനസ് 6x എന്ന് വരില്ലേ? പ്ലസ് സി. ഈ സി ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. എങ്ങനെയാണ്? ഈ പോയിന്റ് 2, 1 എന്ന് കൊടുത്തത്. അപ്പൊ f' എന്ന് പറയുന്നത് എന്താണ് വരിക? 3 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 6 ഇൻറ്റു 2 പ്ലസ് സി. f' എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? f' എന്ന് പറയണത് സ്ലോപ്പ് തന്നുണ്ട് അല്ലെ? y ഈക്വൽ ടു 3x മൈനസ് 5 ആവുമ്പോ എന്തെന്ന് പറയാം നമുക്ക്? ഈ f' ഏതിനോട് ഇക്വേറ്റ് ചെയ്യാം? 3നോട് ഇക്വേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ f' എന്ന് പറയണത് ഏതാണ്? ഈക്വൽ ടു സി, ഈക്വൽ ടു 3. സോറി, സി അല്ല, 3. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും നോക്കൂ? 12 മൈനസ് 12 പ്ലസ് സി ഈക്വൽ ടു 3. അപ്പൊ സി എന്ത് വരും? 3 എന്ന് വരും. അപ്പൊ നമുക്ക് ഈ f' സിന് പകരം 3 കൊടുക്കാം. അപ്പൊ f' എന്ത് വരും? f' എന്ന് പറയുന്നത് 3x സ്ക്വയർ മൈനസ് 6x പ്ലസ് 3 എന്ന് വന്നില്ലേ? ഇനി ഞാൻ ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാണ്, കാരണം f of x കാണണം നമുക്ക്. അപ്പൊ fx ആണ് കിട്ടുക അല്ലെ? f' ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ fx കിട്ടും. 3x ക്യൂബ് ബൈ 3 മൈനസ് 6x സ്ക്വയർ ബൈ 2 പ്ലസ് 3x പ്ലസ് c2 അല്ലെ? c1 നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ c2 എടുത്തു. അപ്പൊ ഇനി നമുക്ക് ഈ c2 കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ c2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞു? 2, 1 എന്നുള്ള പോയിന്റ് കൂടിയാണ് പോണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതില് f of 2 എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞൂടെ?
എഫ് ഓഫ് 2 1 ആണെന്ന്. അപ്പൊ ഇവിടെ 2 കൊടുത്തു, ഇവിടെ 3 നമുക്ക് വെട്ടിപ്പോവും, ഇവിടെ എന്ത് വരും 3 വരും. അപ്പൊ എന്ത് വരും ഇവിടെ എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 3x പ്ലസ് C2 അല്ലേ. എഫ് ഓഫ് 2 1 ആണെന്ന് കൊടുത്തുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും 2 ക്യൂബ് 8 മൈനസ് 3 ഇൻറ്റു 2 സ്ക്വയർ അത് എത്രയാണ് 12 പ്ലസ് 3 ഇൻറ്റു 2 6 പ്ലസ് C2 അതെന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ C2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ എന്താണ് C2 ഈക്വൽ ടു ഇവിടെ 2 വരില്ലേ, C2 പ്ലസ് 2 എന്നല്ലേ വരിക. അപ്പൊ 1 മൈനസ് 2 അല്ലേ, 1 മൈനസ് 2 എന്ന് പറയുമ്പോൾ -1. അപ്പൊ C2 -1 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് C2 -1 ആണെന്ന് ഈ എഫ് ഓഫ് എക്സിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എഫ് ഓഫ് എക്സ് എന്താ കിട്ടിയത്? ഇതാണ് എഫ് ഓഫ് എക്സ് നമ്മുടെ അല്ലെ, എഫ് ഓഫ് എക്സ്. അപ്പൊ എഫ് ഓഫ് എക്സ് C2 ഈക്വൽ ടു -1 ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ത് വരും എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 3x പ്ലസ് -1 പ്ലസ് അല്ല -1 -1. അപ്പൊ ഇത് എന്ത് ഫോം ആണ് നോക്കൂ, എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 3x -1 അല്ലേ. ഇതിനെ ഞാൻ എങ്ങനെ എഴുതാം? x -1 ഹോൾ ക്യൂബ് എന്ന് എഴുതിക്കൂടെ? അപ്പൊ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x -1 ഹോൾ ക്യൂബ് ആണെന്ന് കിട്ടി. ഏതാണ് ഓപ്ഷൻ നോക്കൂ, ബി എന്നുള്ളതാണ് ഓപ്ഷൻ, x -1 ഹോൾ ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The normal to the curve x equal to a into 1 plus cos theta, y equal to a sin theta at theta always passes through the fixed point. ഏതൊക്കെ പോയിന്റ്സിലാണ്? അപ്പൊ നമുക്കറിയാം എന്താണ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ അല്ലെ, പാരാമെട്രിക് ഫോം തന്നുണ്ട്. എക്സ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ, വൈ ഈക്വൽ ടു എ സൈൻ തീറ്റ. Equation of the curve x0 y0 with slope m1 എന്നുള്ളതാണ് വെച്ചെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? y മൈനസ് y0 ഈക്വൽ ടു -1 ബൈ m1 ഇൻറ്റു എക്സ് മൈനസ് x0 അല്ലേ. ഇത് എന്ത് ഇക്വേഷൻ ആണ്? ഇക്വേഷൻ ഓഫ് എ നോർമൽ ടു ദ കർവ് ആണ്. ഇക്വേഷൻ ഓഫ് ദ നോർമൽ ടു ദ കർവ് നമുക്ക് ഓർമ്മ വേണം, എങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ y മൈനസ് y0 ഈക്വൽ ടു -1 ബൈ m1 ഇൻറ്റു എക്സ് മൈനസ് x0. ഇതില് ഡി എക്സ് തന്നുണ്ട്, അപ്പൊ നമുക്ക് ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ടൂടെ? ഡി എക്സ് ബൈ ഡി തീറ്റ എന്താവും നോക്കൂ, എ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ അല്ലെ, മൈനസ് എ സൈൻ തീറ്റ. കാരണം എന്താണ് 1ന്റെ 0 ആയി പോയി, പിന്നെ കോസ് തീറ്റയുടെ മൈനസ് സൈൻ തീറ്റയാണ്, അപ്പൊ മൈനസ് എ സൈൻ തീറ്റ. ഇനി ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഡി എക്സ് ഡി വൈ ബൈ ഡി തീറ്റ കാണാം. ഡി വൈ ബൈ ഡി തീറ്റ എന്താണ്? എ ഇൻറ്റു കോസ് തീറ്റ അല്ലെ, എ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ നമുക്ക് ഡി വൈ ബൈ ഡി തീറ്റ തന്നു, ഡി എക്സ് ബൈ ഡി തീറ്റ തന്നു. അപ്പൊ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടൂടെ? എങ്ങനെയാണ് കാണാ? ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ അല്ലേ, ഈക്വൽ ടു ഇവിടെ എന്ത് വരും? എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് എ സൈൻ തീറ്റ എന്ന് വന്നില്ലേ. അപ്പൊ എ ക്യാൻസൽ ചെയ്ത് പോയില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? മൈനസ് കോട്ട് തീറ്റ എന്നല്ലേ കിട്ടുക, മൈനസ് കോട്ട് തീറ്റ. അതായത് -1 ബൈ m1 എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും? -1 ബൈ കോട്ട് തീറ്റ വരില്ലേ, -1 ബൈ കോട്ട് തീറ്റ എന്ന് വരും. അതായത് സ്ലോപ്പ് ഓഫ് ദ നോർമൽ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇക്വേഷനിൽ കൊടുക്കണം അല്ലെ. -1 ബൈ കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്ത് തീറ്റയാണ്? ടാൻ തീറ്റയാണ്. അപ്പോൾ ഇത് ടാൻ തീറ്റ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു ഇക്വേഷനിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഏതാണ്? y മൈനസ് y0 എന്ന് പറയുമ്പോൾ y0 ഇവിടെ എന്താണ്?
എ സൈൻ തീറ്റയാണ്. y മൈനസ് എ സൈൻ തീറ്റ ഈക്വൽ ടു -1/m1 എന്ന് പറയുന്നത് എന്ത് വന്നു? ടാൻ തീറ്റ. ടാൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. ഇനി ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഞാൻ ടാൻ തീറ്റയ്ക്ക് പകരം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എഴുതാൻ പോവാ കേട്ടാ. ഇവിടെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ ഇത് ഇങ്ങോട്ട് പോകുമ്പോ y കോസ് തീറ്റ ആവില്ലേ? y കോസ് തീറ്റ മൈനസ് എ സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു എക്സ് മൈനസ് എന്ത് വരും? എ സൈൻ തീറ്റ മൈനസ് എ സൈൻ തീറ്റ കോസ് തീറ്റ. മൈനസ് എ സൈൻ തീറ്റ കോസ് തീറ്റ എന്നുള്ളത് രണ്ടിലും ക്യാൻസൽ ചെയ്ത് പോവില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ എക്സ് സൈൻ തീറ്റ മൈനസ് വൈ കോസ് തീറ്റ മൈനസ് എ സൈൻ തീറ്റ ഈക്വൽ ടു 0. ഇനി ഫിക്സ്ഡ് പോയിന്റ്സ് കാണണം അല്ലേ? അപ്പൊ ഫിക്സ്ഡ് പോയിന്റ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ തന്നുണ്ട് അല്ലേ? അപ്പൊ ഇതിനെ ഞാൻ ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. എക്സ് മൈനസ് എ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് വൈ കോസ് തീറ്റ ഈക്വൽ ടു 0. ഇത് ട്രൂ ആവണമെച്ചെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്സ് മൈനസ് എ എന്ന് പറയണത് 0 ആവണം, വൈയും 0 ആവണം അല്ലെ? y ഈക്വൽ ടു 0 ആവണം. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് വരണം? എ വരണം, y ഈക്വൽ ടു 0 വരണം. അപ്പൊ ഏതൊക്കെയാണ് പോയിന്റ്? എക്സ് ഈക്വൽ ടു എയും y ഈക്വൽ ടു 0യും. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കൂ? എക്സ് ഈക്വൽ ടു എ, y ഈക്വൽ ടു 0. എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Area of the greatest rectangle that can be inscribed in the ellipse x square by a square plus y square by b square equal to 1. എലിപ്സിന്റെ ഇക്വേഷൻ ആണ് അല്ലേ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് പാരാമെട്രിക് കോർഡിനേറ്റ്സ് എന്താണ് വരിക? എ കോസ് തീറ്റ ബി സൈൻ തീറ്റ അല്ലേ പാരാമെട്രിക് കോർഡിനേറ്റ്സ് വരിക. അപ്പൊ നമുക്ക് ഇനി എന്ത് പറയാം? ഏരിയ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റെക്ടാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് അല്ലേ? ഡയമെൻഷൻ ഓഫ് ദ റെക്ടാങ്കിൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ 2x അല്ലേ? അപ്പൊ എന്ത് വരും? 2a കോസ് തീറ്റ എന്ന് വരില്ലേ? വിഡ്ത്ത് എന്ത് വരും? 2y വരില്ലേ? അപ്പൊ 2 ഇൻറ്റു ബി സൈൻ തീറ്റ വരില്ലേ? അപ്പൊ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് അല്ലേ? അതായത് ഏരിയ എ ഈക്വൽ ടു 2a കോസ് തീറ്റ ഇൻറ്റു 2b സൈൻ തീറ്റ. അതായത് 4ab കോസ് തീറ്റ സൈൻ തീറ്റ. കോസ് തീറ്റ സൈൻ തീറ്റ. അപ്പൊ നമുക്കറിയാം എന്താണ്? 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2 തീറ്റ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2ab ഇൻറ്റു 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഇതിനെ സൈൻ 2 തീറ്റ എന്ന് എഴുതിക്കൂടെ? അപ്പൊ എന്ത് വരും? 2ab സൈൻ 2 തീറ്റ. അപ്പൊ ഏരിയ മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സൈൻ 2 തീറ്റ 1 ആവണം അല്ലെ? എങ്കിലേ മാക്സിമം ആവുള്ളൂ. അപ്പൊ 2ab എന്ന് പറയണത് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ തീറ്റ എന്ത് വരണം? തീറ്റ എന്ന് പറയണത് സൈൻ 2 തീറ്റ 1 ആവണം. അപ്പൊ 2 തീറ്റ എന്ന് പറയണത്
π/2 ആവണം അല്ലേ? അപ്പൊ തീറ്റ എന്ത് വരണം? π/4 ആവണം. അപ്പൊ എ മാക്സിമം എന്ത് വരും? എ മാക്സിമം എന്ന് പറയുന്നത് 2ab ഇൻറ്റു സൈൻ 2 തീറ്റ 1 ആയി പോയി. അപ്പൊ എന്ത് വരും? 2ab എന്ന് വരും. ഏതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A spherical iron ball 10 centimeter in radius is coated with a layer of ice of uniform thickness that melts at a rate of 50 centimeter cube per minute. When the thickness of the ice is 5 centimeter, then the rate at which the thickness of ice decreases is. അതായത് നമുക്ക് തന്നിരിക്കുന്നത് റേഡിയസ് ഓഫ് ദ അയൺ ബോൾ തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണെന്ന്. പിന്നെ എന്താണ്? റേറ്റ് തന്നിട്ടുണ്ട്. ഐസ് മെൽറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 50 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? തിക്നെസ് ഓഫ് ദ ഐസ് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വോള്യം കണ്ടുപിടിക്കണം. വോള്യം എന്ന് പറയുന്നത് എന്തെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 4/3 πr³ അല്ലേ? അത് നിങ്ങൾക്ക് ഓർമ്മ വേണം, 4/3 πr³ ചെയ്യാൻ. അപ്പൊ ഇനി നമ്മൾ എന്താണ്? ഐസ് കോട്ട് ചെയ്ത സ്ഫെറിക്കൽ ബോളിലാണ് പറയണത് അല്ലെ? അപ്പൊ എന്താണ്? ഐസ് കോട്ട് ചെയ്ത സ്ഫെറിക്കൽ ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ R0 എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് എന്ത് വരും? R0 10 ആണ് വെച്ചാൽ R0 പ്ലസ് H എന്ന് വരില്ലേ? R0 പ്ലസ് H ഹോൾ ക്യൂബ് ആണ്. അപ്പൊ V ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു R0 പ്ലസ് H ഹോൾ ക്യൂബ് എന്ന് വരില്ലേ? അപ്പൊ ഇനി റേറ്റ് എങ്ങനെയാണ്? dV/dt ഈക്വൽ ടു എന്ന് വരും? 4/3 പൈ ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്? 3 ഇൻറ്റു R0 പ്ലസ് H ഹോൾ സ്ക്വയർ ഇൻറ്റു dH/dt അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്താണ്? 3 ക്യാൻസൽ ചെയ്ത് പോവും അല്ലെ? അപ്പൊ 4 പൈ ഇൻറ്റു R0 പ്ലസ് H ഹോൾ സ്ക്വയർ ഇൻറ്റു dH/dt. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? dH/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? dV/dt തന്നിട്ടുണ്ട്. എത്രയാണ്? 50 സെന്റിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ? 50 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി dH/dt കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? dH/dt ഈക്വൽ ടു ഈ dV/dt എത്രയാണ്? 50 ഡിവൈഡഡ് ബൈ എന്ത് വരും? 4 പൈ ഇൻറ്റു R0 എന്താണ്? 10 ആണ് അല്ലെ? 10 പ്ലസ് H എത്രയാണ്? 5 ആണ്. 10 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 15. 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 225 വരും അല്ലെ? അപ്പൊ ഇവിടെ 225 വരും. 25 എത്ര പ്രാവശ്യം പോവും? 9 പ്രാവശ്യം അല്ലെ? 4 25 ആണ് 100. അപ്പൊ 200-ല് 8 പിന്നെ 1 അപ്പൊ 9. ഇവിടെ 2 പ്രാവശ്യം അല്ലെ? ഈ 2 ഇതില് പോവും 2. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു 9 18 പൈ. 1/18 പൈ സെന്റിമീറ്റർ പെർ മിനിറ്റ് ആണ് ആൻസർ. അപ്പൊ dV/dt അവര് തന്നിട്ടുണ്ട്. dH/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന്ന് നമ്മൾ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Let f be a differentiable for all x if f of 1 equal to -2 and f dash x greater than or equal to 2 for x belongs to closed interval 1,6. Then എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യമേ നോക്കണം. f of 1 equal to -2 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ f ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. f dash x greater than or equal to 2 എന്നും തന്നിട്ടുണ്ട്.
അപ്പൊ നമുക്ക് ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ ആയ കാരണം നമുക്ക് ഒരു മീൻ വാല്യൂ തിയറം ഉണ്ട് അല്ലെ. മീൻ വാല്യൂ തിയറം എന്താ പറയണത്? ഫോർ എ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി, then there exists a C belongs to open interval AB such that f dash C equal to f of B minus f of A divided by B minus A. ഇതാണ് മീൻ വാല്യൂ തിയറം അല്ലേ? മീൻ വാല്യൂ തിയറം. ഈ തിയറം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം, എങ്കിലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടുന്ന് എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 6 ആണ് അല്ലെ. അപ്പൊ എഫ് ഓഫ് 6 മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 6 മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 5 വരും അല്ലെ. ഇതില് എഫ് ഓഫ് 1 നമുക്ക് തന്നിട്ടുണ്ട് -2 ആണെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എഫ് ഓഫ് 6 മൈനസ് -2 അല്ലെ. അപ്പൊ +2 ആയില്ലേ, ഡിവൈഡഡ് ബൈ 5 ആയില്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വന്നു? എഫ് ഓഫ് 6 +2 ഡിവൈഡഡ് ബൈ 5 ആയി. ഇനി ഡെറിവേറ്റീവ് ഇൻഇക്വാലിറ്റി തന്നിട്ടുണ്ട് അല്ലെ. എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എഫ് ഡാഷ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയില്ലേ. അപ്പൊ ഇത് എന്താവും? മൾട്ടിപ്ലൈ ബൈ 5 ആവുമ്പോ ഇതെന്താവും? എഫ് ഓഫ് 6 +2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 × 5 10 ആവും അല്ലേ. 10 ആവും. ഇനി നമുക്ക് എന്താണ് പറയാ? അതായത് 2 ഇവിടുന്ന് സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഇവിടെയും സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? എഫ് ഓഫ് 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പം മിനിമം വാല്യൂ ഏതാണ്? എഫ് ഓഫ് 6 ഗ്രേറ്റർ ദാൻ 8 അല്ലേ. മിനിമം പോസിബിൾ വാല്യൂ ഓഫ് എഫ് ഓഫ് 6 എന്താ വരിക? എഫ് ഓഫ് 6 ഗ്രേറ്റർ, ഇവിടെ എന്താണ്? എഫ് ഓഫ് 6 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പൊ ഇതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യണില്ലേ? 14 ചെയ്യണില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If x is real, the maximum value of 3x² plus 9x plus 17 divided by 3x² plus 9x plus 7 is. ആൻസർ എന്താണ് കിട്ടുക? എങ്ങനെയാണ് നമ്മൾ പറയാ? അതായത് എന്തൊക്കെ തന്നിരിക്കണേ? എക്സ്പ്രഷൻ തന്നിട്ട് ഇതാണ് എക്സ്പ്രഷൻ അല്ലേ. ഇനി എന്താ തന്നിരിക്കുന്നത്? എക്സ് റിയലും ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? y എന്ന് പറയുന്നത് ഇതാണെന്ന് പറഞ്ഞൂടെ. അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ y × 3x² plus 9x plus 7 ഈക്വൽ ടു 3x² plus 9x plus 17 എന്ന് വന്നില്ലേ. അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാം. 3y(x²) മൈനസ് x²ന്റെ ടേം ഇങ്ങോട്ട് കൊടുന്നു. അപ്പൊ 3x² പ്ലസ് 9yx, പിന്നെ എന്താണ്? എക്സ് ടേം പിന്നെ എഴുതാം. -9x പ്ലസ് 7y മൈനസ് 17 ഈക്വൽ ടു 0 എന്ന് വന്നില്ലേ. ഇതിനെ x² ടേം 3y മൈനസ് 3 ഇൻറ്റു x² എന്നായില്ലേ. പ്ലസ് 9 ഇൻറ്റു എന്ത് വരും? 9 ഇൻറ്റു y മൈനസ് 1 ഇൻറ്റു എക്സ് എന്നായില്ലേ. പ്ലസ് 7y മൈനസ് 17 ഈക്വൽ ടു 0 എന്നായില്ലേ. ഇത് എന്ത് ഫോം ആണ് നോക്കൂ. ഇതൊരു ക്വാഡ്രാറ്റിക് ഫോം അല്ലേ.
പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എക്സ് റിയൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാം? ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. ഡിസ്ക്രിമിനന്റ് എന്നിങ്ങനെയാണ് കാണുക? ബി സ്ക്വയർ മൈനസ് 4ac ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെ? ഇവിടെ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി ഏതാണ്? 9 ഇൻറ്റു വൈ മൈനസ് 1 അല്ലേ? അപ്പൊ 9 ഇൻറ്റു വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ സി എന്ന് പറഞ്ഞ എ എന്താണ്? 3y മൈനസ് 3 അതായത് 3 ഇൻറ്റു വൈ മൈനസ് 1 എന്ന് എഴുതാം അല്ലെ? ഇതിനെ അങ്ങനെ എഴുതാണ് നല്ലത്. 3 പുറത്തെടുക്കാം. 4 ഇൻറ്റു 3 ഇൻറ്റു വൈ മൈനസ് 1 പിന്നെ എ ആയി 4 ഈ സി ഇവിടെ എന്താണ്? 7y മൈനസ് 17 ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 81 ഇൻറ്റു വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് അല്ല മൈനസ് 12 ഇൻറ്റു വൈ മൈനസ് 1 ഇൻറ്റു 7y മൈനസ് 17 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? y മൈനസ് 1 ഫാക്ടർ ആയിട്ട് എടുത്തൂടെ? y മൈനസ് 1 ഇൻറ്റു ഇവിടെ എന്ത് വരും? 81 ഇൻറ്റു വൈ മൈനസ് 1 മൈനസ് 12 ഇൻറ്റു പിന്നെ എന്താണ് വരിക? 7y മൈനസ് 17 ആണ് വരിക അല്ലെ? അപ്പൊ 12 ഇൻറ്റു 7y മൈനസ് 12 ഇൻറ്റു 17 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നു. ഇനി നമുക്ക് ഇതിന് ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെയാണ്? 81y വന്നു. ഇവിടെ എന്ത് വന്നു? 84y വന്നു അല്ലെ? 81y മൈനസ് 84y എന്ന് പറഞ്ഞാൽ മൈനസ് 3y അല്ലേ വരിക? മൈനസ് 3y വന്നു. ഇവിടെ എന്ത് വന്നു? മൈനസ് 81 മൈനസ് 12 ഇൻറ്റു 70 എന്ന് പറഞ്ഞാൽ എന്താണ്? 17 ഇൻറ്റു 10 പ്ലസ് 2 അല്ലേ? അപ്പൊ 170 പിന്നെ എന്താണ്? 17 ഇൻറ്റു 2 34. അപ്പൊ എന്ത് വരും? 204 വരില്ലേ? അപ്പൊ നമുക്ക് 81 മൈനസ് 81ഉം 204ഉം പ്ലസ് 204 അല്ലേ? ഇവിടെ മൈനസ് സൈൻ ഉണ്ട്. അപ്പൊ ഇവിടെ പ്ലസ് ആണ് ഇത്. അപ്പൊ കാരണം എന്താണ്? മൈനസ് 12 ഇൻറ്റു മൈനസ് 17 ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇടാൻ മറന്നു പോയിണ്ടായിരുന്നു. അപ്പൊ 3y മൈനസ് 204 മൈനസ് 81 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 ഇവിടെ എന്ത് വരും? 2 1 അല്ലേ? 123. അപ്പൊ മൈനസ് 3y പ്ലസ് 123 ഇൻറ്റു വൈ മൈനസ് 1 അല്ലെ? വൈ മൈനസ് 1 പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. വൈ മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നില്ലേ? അപ്പൊ നമുക്ക് ഇനി 3 പുറത്തേക്ക് എടുക്കാൻ പറ്റില്ലേ? അപ്പൊ എന്ത് വരും? y മൈനസ് 1 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു y പ്ലസ് 41 എന്ന് വന്നില്ലേ? y മൈനസ് 3 പുറത്തേക്ക് എടുത്ത മൈനസ് 41 ആണ് വരിക. y മൈനസ് 41 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? മൈനസ് 3 ഇൻറ്റു y മൈനസ് 1 ഇൻറ്റു y മൈനസ് 41 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വന്നില്ലേ? അപ്പൊ നമുക്ക് എന്താണ്? y മൈനസ് 1 ഇൻറ്റു y മൈനസ് 41 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇത് അങ്ങോട്ട് പോയാലും ഒരു 0 തന്നെയല്ലേ വരിക? y മൈനസ് 1 ഇൻറ്റു y മൈനസ് 41 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.
അപ്പൊ നമുക്ക് ഏതാണ് ഇൻ ബിറ്റ്വീൻ, ഏതാണ് y ഈക്വൽ ടു 1 വരും, അല്ലെങ്കിൽ y ഈക്വൽ ടു 41, ഇതിന്റെ ഇടയിലല്ലേ വരുള്ളൂ. അപ്പൊ നമുക്ക് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴാണ്? മാക്സിമം വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ എത്രയാണ്? y ഈക്വൽ ടു 41 എന്നുള്ളതാണ് വരിക. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് വരിക. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? മാക്സിമം വാല്യൂ ആണ്. അപ്പൊ എന്താണ്? 41 എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.